ഞാനൊന്ന് അഡ്വക്കേറ്റ് കിഷോറിലേക്ക് കൂടി പോയി വരാം. അഡ്വക്കേറ്റ് കിഷോർ, FIRന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്? അഡ്വക്കേറ്റ് കിഷോർ, ഇതിനകത്ത് ഞാൻ അഡ്വക്കേറ്റ് എന്നതിലുപരി ഇവരെ തൊട്ട് അയൽവാസിയും അവിടുത്തെ ഒരു പൊതുപ്രവർത്തനം കൂടിയാണ്. അങ്ങനെയാണ് ഈ സംഭവം അറിഞ്ഞ് ഞാനിതിനകത്ത് ഇടപെടുന്നത്. ഇവരെ കുടുംബക്കാരും മക്കളും എല്ലാം തന്നെ വലിയ വിഷമത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് നിയമപരമായി നിങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ല എങ്കിൽ നമുക്ക് പരാതി നൽകാമെന്ന് പറയുകയും എൻ്റെ സീനിയർ അഡ്വക്കേറ്റായ ശ്രീ അനു പ്രശാന്തുമായി സംസാരിച്ചാണ് പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതി ആദ്യം കൊടുക്കുന്നത് എവിടെയാണ് അഡ്വക്കേറ്റ് കിഷോർ? പട്ടികജാതി കമ്മീഷനിൽ കൊടുത്തിട്ടുണ്ട്, DGPക്ക് കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഓഫീസിലും പട്ടികജാതി കമ്മീഷനിലും DGPക്ക് കൊടുത്ത പരാതിയിൽ അനുകൂലമായ പ്രതികരണമാണ് ഉണ്ടായത് അല്ലേ? എല്ലായിടത്തുനിന്നും അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്താണ് സംഭവിച്ചത്? 15 ദിവസത്തിനകം റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയപ്പോൾ ഞാനും കൂടിയാണ് പോയത്. അവിടെ പോയി പൊളിറ്റിക്കൽ സെക്രട്ടറിയോട് പരാതി ബിന്ദു പറഞ്ഞ വായിച്ചു നോക്കില്ല. പക്ഷേ ബിന്ദു പറയുന്ന മുഴുവൻ അദ്ദേഹം കേൾക്കുകയുണ്ടായി. ബിന്ദു പറഞ്ഞത് മുഴുവൻ പൊളിറ്റിക്കൽ സെക്രട്ടറി കേട്ടു. നമ്മളെ വാക്കാലാണ് പറയുന്നത്. അത് കേട്ടതിന് ശേഷം പോലീസ് കേസെടുക്കും, നിയമപരമായി കോടതിയിലല്ലേ നോക്കേണ്ടതെന്നുള്ളതാണ് ആദ്യം അദ്ദേഹത്തിന്റെ ധാരണയായിരുന്നു എന്ന് തോന്നുന്നു. പോലീസ് നടപടി എടുക്കുമെന്ന് പറഞ്ഞിരുന്നോ? അപ്പോഴത്തേക്ക് പറഞ്ഞായിരുന്നു അത് നമ്മളിങ്ങനെ ഇറങ്ങുമ്പം നോക്കി നടപടി എടുക്കാം എന്ന് പറഞ്ഞു. ബിന്ദു ആദ്യം അങ്ങ് ഇറങ്ങിയാണ്. അപ്പൊ ഞാനാണ് ബാക്കിൽ നിന്ന് വന്നത്. ബിന്ദു ഇറങ്ങുന്നു. ബിന്ദു ഇറങ്ങി കഴിഞ്ഞ പൊളിറ്റിക്കൽ സെക്രട്ടറി പറയുന്നുണ്ട് നടപടി എടുക്കാം എന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. അത് താങ്കൾ കേട്ടു? അതൊന്ന് പറയുന്നുണ്ട്. കേട്ടു. പിന്നെ ഉള്ളത് ഈ മൂന്നിടത്തു നിന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ടോൺമെന്റ് AC മൊഴിയെടുക്കുകയുണ്ടായി ബിന്ദുവിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ മൊഴിയെടുക്കുകയുണ്ടായി. അപ്പോൾ 15 ദിവസത്തിനകത്ത് റിപ്പോർട്ട് വായിച്ച് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് അന്ന് നമുക്ക് മൂന്നിടത്തുനിന്നും കൂടെ പോയപ്പോൾ നമുക്ക് കിട്ടിയ. അതായത് കിഷോറിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രതികരണത്തിൽ പരാതിയില്ല? ഇല്ല, അങ്ങനെയില്ല. കാര്യം അങ്ങനെ പരാതി എന്ന് പറഞ്ഞാൽ ഇവരൊരു മാനസികാവസ്ഥയിൽ 3-ാം തീയതിക്ക് പരാതി കൊടുക്കാൻ വരെ പോകാനുള്ള കാരണം ഇവർ ഈ സംഭവത്തിൽ മനോവിഷമത്തിൽ അങ്ങ് വീട്ടിലായിരുന്നു. മനസ്സിലായില്ലേ? ഇവര് ആഹാരം പോലും കഴിക്കാതെ നിൽക്കുന്നു. പിന്നീട് അതുകൊണ്ടാണ് 3-ാം തീയതി വരെ പോയത്, 23-ാം തീയതി നടന്ന സംഭവത്തിൽ. ശരി. അപ്പൊ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് നമ്മൾ ഈ എല്ലാ ഓഫീസിലും പോയി വരുന്നത്. ഓക്കെ, ഒരു കാര്യം കൂടി അഡ്വക്കേറ്റ് കിഷോർ പറഞ്ഞതിൽ ഇപ്പോൾ അതിനകത്തൊരു വ്യക്തത വന്നു. ബിന്ദു, ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലൊരു വ്യക്തത കുറവുണ്ടായി? കാര്യം ഞാൻ ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി ഉൾപ്പെടുകയും ഇന്ന് നമ്മളോട് തന്നെ ബിന്ദു പറഞ്ഞ കാര്യമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതും. അത് സർക്കാരിനെ ഒരു പരിധിവരെ പ്രതിരോധത്തിലാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് അത് പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ബിന്ദുവിന് നീതി കിട്ടിയില്ല എന്ന അർത്ഥത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇങ്ങനൊരു പ്രതികരണം ഉണ്ടായി എന്ന് ഇപ്പോൾ കിഷോർ പറയുന്നുണ്ട്. ബിന്ദു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, ഞാൻ ബാക്കിയുള്ള പോലീസ് സ്റ്റേഷന്റെ കാര്യമെല്ലാം നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് വരാം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അപ്രകാരം ഒരു നീതി കിട്ടിയില്ല എന്നൊരു തോന്നൽ ബിന്ദുവിനുണ്ടോ? ഇല്ല. അഡ്വക്കേറ്റ് കിഷോർ പറയുന്നതാണ് ശരിയെന്ന് പറയാൻ കഴിയുമോ ബിന്ദു? കഴിയും. അപ്പം ബിന്ദുവിൽ പറഞ്ഞതെല്ലാം പൊളിറ്റിക്കൽ സെക്രട്ടറി കേട്ടു. പക്ഷേ അത് വായിച്ചു നോക്കിയില്ല, അത് മേശപ്പുറത്ത് വെച്ചു. അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ അഡ്വക്കേറ്റ് കിഷോറിനോടാണ് പറഞ്ഞത് നടപടി എടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ കമ്മീഷണർ അതിനിടയ്ക്ക് നടപടി എടുത്തു. അതിൽ ആദ്യ ഘട്ടത്തിൽ SIയെ സസ്പെൻഡ് ചെയ്തു. അപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രതികരണത്തിൽ ഇപ്പോൾ തൃപ്തിയുണ്ട്. ഓക്കെ ബിന്ദു, ഇപ്പോൾ അരുൺ പറയുന്നതനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിരോധത്തിലാക്കി രാവിലെ ബിന്ദു പറഞ്ഞ കാര്യങ്ങൾ എന്നാണ്. ബിന്ദു രാവിലെ പറഞ്ഞ ആ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണോ, അതല്ല നേരത്തെ കിഷോർ അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞത് കേൾക്കാതെ പോയതാണോ ബിന്ദു? നമുക്കതിനകത്തൊരു വ്യക്തത വരുത്തണം. കാര്യം ബിന്ദു പറഞ്ഞതാണ് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ വാർത്തയായി നൽകിയത്. ബിന്ദു, ഞാൻ കേട്ടില്ല. കിഷോർ കേട്ട് കാണും. കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടില്ല. ഞാൻ മുമ്പേ ഇറങ്ങിപ്പോയി. അതിനുശേഷമാണ് വക്കീലിന്റെ ബാക്കിൽ നിന്ന് വന്നത്. അപ്പോൾ ഒരു മനോവിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് എന്ന് നമുക്കിപ്പോൾ അവസാനിപ്പിക്കാമോ? അത് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഡോക്ടർ
ഡോക്ടർ അരുൺ, ഒരു നിമിഷം അരുൺ. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ ബിന്ദുവിന് പരാതി ഉണ്ടോ? ബിന്ദു കേൾക്കാമോ? കേൾക്കാം. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബിന്ദുവിന് പരാതിയുണ്ടോ? പരാതിയില്ല. അപ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അധികം ബിന്ദുവിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം ആ മനോവിഷമത്തിൽ പറഞ്ഞു പോയതാണ് എന്ന വക്കീലിന്റെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു. താങ്ക് യു ബിന്ദു, ചർച്ചയിൽ പങ്കുചേർന്നതിന്.